ഹായ് ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പത്തിരിയാണ്. പത്തിരിക്ക് ഞാൻ ഇടിയപ്പം അപ്പമൊക്കെ ചുടുന്ന പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3/4 കപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ മതി, ഒരു കപ്പിന് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാനിനകത്തിട്ട് തട്ടാം നമുക്ക്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ 3/4 പാത്രം എടുത്തിട്ടുണ്ട് വെള്ളം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി നല്ലോണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കുന്നത്. ഇനി ഇതൊന്ന് അടുപ്പിൽ വെക്കാം നമുക്ക്. ഇത് നമുക്ക് കുറുക്കിയെടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്പത്തിരി ഉണ്ടാക്കാം. അന്നേരം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കുറുക്കിയെടുക്കണം. ഇങ്ങനെ മാവ് റെഡിയാക്കി എടുക്കണം. പാനിയിൽ നിന്നൊക്കെ വിട്ട് വരണം. മാവ് ഇതുപോലെ ഉരുട്ടിയൊക്കെ വയ്ക്കാം നമുക്ക്. ഇതെല്ലാം കുഴച്ച് വെച്ച് നല്ല ഉരുട്ടി വയ്ക്കാം നമുക്ക്. മാവൊക്കെ ഇതേപോലെ കുഴച്ച് വെച്ച് നല്ലോണം കുഴച്ച് പരുവത്തിനാക്കി വെച്ച് നല്ല ചെറിയ പീസ് ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. കുഞ്ഞു പത്തിരിക്ക് ചെറിയ പീസാക്കി എടുക്കണ്ടേ, അതേപോലെ ചെറിയ ചെറിയ ഉരുള പീസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ബോൾസ് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എല്ലാം ഇങ്ങനെ ബോളുകളാക്കി, ഒരുവിധം ചെറുതല്ല, ഒരു മീഡിയം അത് ഇത്രയും അനുസരിച്ച് നമുക്ക് ബോളെല്ലാം ഉരുട്ടി വെച്ച് ഇനി നമുക്കൊരു ചപ്പാത്തി പലകയ്ക്കകത്ത് നമുക്ക് ഉണ്ടാക്കാം. അത് വെച്ച് പരത്തിയെടുക്കാം. ഞാനൊരു ഇത് പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഒക്കെ കുത്തിഞ്ഞ് വെക്കുന്നൊരു പേപ്പർ, അതിനകത്തെടുത്തിട്ടിട്ട് അതിനകത്ത് മാവ് വെച്ചാൽ പരത്തുന്നത്. ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വട്ടത്തി എടുക്കും. കുഞ്ഞു പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നത്. പരത്തിയിട്ട് അടപ്പ് വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് അടപ്പെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്ത് കളയാം. കുഞ്ഞു പത്തിരി ഉണ്ടാക്കാം. കുഞ്ഞു പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ കുഞ്ഞു പത്തിരി. സൈഡിൽ നിന്നൊക്കെ എടുത്തുകളഞ്ഞ് നമ്മൾ കുഞ്ഞു പത്തിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു പത്തിരികളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടേ, ഇതേപോലെ ഇരിക്കും. ഇങ്ങനെ ഈ സൈസ് കുഞ്ഞു പത്തിരികളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരടപ്പ് ഇങ്ങനെ വെച്ചിട്ട് അമർത്തണം. ഇതേപോലെ അമർത്തിയിട്ട് ഇങ്ങനെ എടുക്കണം. അരിവിനുള്ള എല്ലാം ഇങ്ങനെ എടുക്കണം. ഇനി അടപ്പിഞ്ഞെടുക്കുക. നമ്മുടെ പത്തിരി എല്ലാം റെഡി. ഇങ്ങനെ ആക്കിയാൽ മതി. കുറച്ച് മാവെടുത്ത് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. കുഞ്ഞു പത്തിരി കേട്ടോ. ഇച്ചിരിയൊക്കെ എള്ളൊക്കെ ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട്. കുഞ്ഞു പത്തിരി ഉണ്ടാക്കുന്നത്, വലുതല്ല, വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കൊച്ചതായിട്ട് ഞാൻ ഉണ്ടാക്കി. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 2 എണ്ണം വെച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ 1 എണ്ണം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി വരുന്നുണ്ട്. കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ തടവി കൊടുക്കുക. ഞാൻ ഇച്ചിരി നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പാത്രത്തിൽ ഇട്ടിടാം. അടുത്ത ഇട്ട് കൊടുക്കാം. 2 എണ്ണം വെച്ചിട്ട് കൊടുക്കാം. നെയ്യ് തടവി കൊടുക്കണം കുറച്ച്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നെയ്യ് നിറച്ചിട്ട് ടേസ്റ്റ് കിട്ടും. ഇതും തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാം നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. നമ്മുടെ പത്തിരി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് പത്തിരി ചുട്ടെടുത്ത് നമ്മുടെ പത്തിരി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ കഴിക്കാം. പാലും, കുറച്ച് പാല് ചൂടാക്കിയതും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന പത്തിരി എല്ലാവരും ചെയ്യുന്നത്, അതേപോലെ ഞാനും ചെറിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.